तुम्हारा बाप कौन है बोलते പ്യാരി കെട്ട് കഴിഞ്ഞില്ലേ? പിന്നെ കെട്ടും കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ്. നിന്റെ കെട്ട് കഴിഞ്ഞില്ലേ? എന്റെ കെട്ട് കഴിഞ്ഞ് 3-4 പിള്ളേരായി. അതല്ല ചോദിച്ചു, ഇതിന്റെ കെട്ട് കഴിഞ്ഞില്ലെന്ന്. ഇതിന്റെ കെട്ട് കഴിഞ്ഞാൽ ഇതിനോട് തലയ്ക്ക് സുഖം എന്റെ കാലുമ്പോ ചങ്ങലുണ്ടാവില്ല പട്ടി. മാളിക മുകളേറിയ മന്നന്റെ ഷോൾഡറിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. കേട്ട് ചാടിക്കാട് പോടാ. കേറിന്ന് സൂയിക്ക. എന്റെ കല്യാണം കഴിഞ്ഞ ആരെടുക്കും? ഞാൻ അവളെ കൊണ്ട് എഴുപ്പിച്ചോളാം. നീ എന്നെ തെറ്റിദ്ധരിക്കാണ്ടിരുന്നേച്ചാ. എന്നാ പിന്നെ ഞങ്ങള് എന്താ സാറേ ഇത്? വൈഫും കുട്ടികളൊക്കെ നിൽക്കുമ്പോഴാണോ ഇങ്ങനെ ഒരു അന്യപുരുഷനായിട്ട്? മുത്തശ്ശനെ ഞാൻ കാറിന്റെ സീറ്റിലിരുത്തിണ്ട്. മടി കയറി ഇരിക്കരുത്. ടൂത്ത് പേസ്റ്റ് ആയി പോകും. ഹനുമാൻ ലങ്കാദഹനം കാണാൻ പറ്റില്ല കേട്ടോ. ശൂർപ്പണകയുടെ മൂക്കും വേറെ ചില ഭാഗങ്ങളും കട്ട് ചെയ്യുന്നവരായിട്ടുണ്ട്. എന്താ കാണണോ? കാണണം. രാഘവാലം തുടങ്ങുന്നതിന് മുമ്പ് പോയിന്റോ? അല്ല കാണിക്കില്ലേ? എന്താ രാംകുട്ടി കാണിച്ചിട്ട് പോന്നേ? ഞാൻ അച്ഛനെ അമ്മയൊക്കെ വിളിക്കാം. രാംകുട്ടി പോവാതെ. ഒരു മിനിറ്റേ, എത്തി. ഈശ്വരന്മാരെയും മരിച്ചുപോയ കർണന്മാരെയും മനസ്സിൽ ധനിച്ച് ആ വലതുകാലം വെച്ചാണ് കയറിക്കോളൂ. ഇതൊക്കെ പറയാനും ചെയ്യിക്കാനും ഇവിടെ സ്ത്രീകളാരുമില്ല. വേണമെങ്കിൽ കുറച്ചു നേരത്തേക്ക് എന്നെ സ്ത്രീയായിട്ട് കണ്ടോളൂ. എന്താട്ടാ? ഇനി ഇവിടുത്തെ എല്ലാ ഇടത്തേമേ കയറിക്കോളൂ. ആ നേരെ അടുക്കള ചെന്ന് നല്ലൊരു കാപ്പി ഇടുക. ദേവി, എന്റെ കുട്ടികൾക്ക് ഒരു ആപത്തും വരുത്തരുത്. ചിലപ്പോൾ പേഷ്യൻസ് ആയിരിക്കട്ടെ. എന്താ ഇവിടെ പ്രശ്നം ഉണ്ടായത്? എന്ത് പ്രശ്നം? അല്ല, ഇവിടെ കള്ളം കേറിയെന്നോ മച്ചു പൊളിച്ചെന്നോ എന്താ ഉണ്ടായത്? പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ആരും എന്നെ ഫോൺ വിളിച്ചിരുന്നു. പേര് ചോദിച്ചപ്പോഴേ കട്ട് ചെയ്തു. ചുമ്മാതെ അച്ചു. 10 മണിയായപ്പോ തുടങ്ങിയതാ മോളെ കാണണമെന്ന് പറഞ്ഞ് ബഹളം. നാളെ രാവിലെ പോകാമെന്ന് ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കി. സമ്മതിക്കണ്ടേ? കിടന്നിട്ട് ഉറക്കം മനിലടാ അച്ചു. പിന്നെ ഞാനെന്താ ചെയ്യാ? മോളെ, അച്ഛൻ നിങ്ങളുടെ ഉറക്കം കളഞ്ഞോടി. ആരുടെ ഉറക്കം കളഞ്ഞില്ല. തൽക്കാലം നമ്മൾ ഇന്ന് ആരും ഉറങ്ങുന്നില്ല. നേരം വെളുത്തിട്ടേ പിരിയുന്നുള്ളൂ. മണവാട്ടി പെണ്ണിന്റെ വീട്ടുകാർ ആദ്യമായിട്ട് ചെറുക്കന്റെ വീട്ടിൽ വന്നാലേ നമുക്കിന്ന് ആഘോഷമാക്കണം. അച്ചു, നീ പറഞ്ഞാ ശരി. വേഗം പോയാനുള്ള ഏർപ്പാടാണ്. ഒരു 5 മിനിറ്റ് ഇപ്പൊ എത്തിക്കഴിഞ്ഞു. നാളെ ആശുപത്രി ചെന്ന് ആള് മാറി ഓപ്പറേഷൻ നടത്തരുത്. ഞാൻ ഒരാഴ്ച ലീവാ. രാംകുട്ടി, രാമ, അടി മേടിക്കാണ്ട് പോടാ. എടാ, തമ്പി സാറും വീട്ടുകാരും വന്നിരിക്കുന്നു. അടി പിടിച്ചിട്ടുണ്ടാവും. നല്ല ചട്ട കൊണ്ട് ഇളക്കി കൊടുത്താ മതി. എവിടെ ഇവൻ ആന കുത്തിയാലും എഴുന്നേക്കില്ല. അച്ചേട്ടാ, ഐ ലവ് യു. യു ലവ് മീ? ഓക്കെ മൗലവി. കഴുത മുത്തശ്ശന്റെ. ആഹാ, കലാപരിപാടികൾ തുടങ്ങിയല്ലേ? അപ്പൊ ഇന്ന് നേരം വെളുത്തിട്ടേ പിരിയൂ. ഈ ഡോക്ടർ രാമൻകുട്ടിയെ പോലെ തന്നെയാണോ? കഴിക്കില്ല. ഞാൻ കഴിക്കാൻ രാമൻകുട്ടി സമ്മതിക്കില്ല. എന്റെ ഈശ്വര, ഇതെവിടുന്ന ഈ മണം? അതെ, മദ്യത്തിന്റെ മണം തന്നെ. എന്റെ ഈശ്വര, ഈ തറവാട്ടിൽ കുടിക്കേ ഞാൻ ശരിയാക്കി തരാൻ. ഇത് ഇവിടെ ഇരുന്നോട്ടേട്ടാ. എന്താ ഇത്? വേസ്റ്റ് ഗ്ലാസ്സാ. വേസ്റ്റ് വരുന്ന മദ്യം ഒഴിക്കാനാ. സോഡ ഒഴിക്കാണ്ട് കുടിച്ച കൂമ്പ് പാടും. കുറച്ചും കൂടി. കുറച്ചും കൂടി മതി. കുറച്ചും കൂടി മതിയല്ലോ. സോഡ വേണ്ടേ? നിങ്ങൾ കുടിച്ചോ. അച്ചേട്ടാ, ഞാനൊന്ന് മുള്ളിട്ട് വരാം. ശരിക്കും ഉപ്പ് നോക്ക്. 12 മുള്ളുണ്ടെങ്കിൽ മുള്ളു. എനിക്ക് കിടന്ന് ഉറങ്ങണം. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, സത്യമായിട്ടും. ഉറക്കപ്പിച്ച
ഉറക്കപ്പിച്ചൊന്നും അല്ല, അവന്റെ സ്ഥിരമായിട്ടുള്ള ബാത്റൂം ഇതാ. പകലും അവൻ ഇവിടെ തന്നെ ഒഴിക്കണേ. ഞാൻ രാധികച്ചിയുടെ വീടൊക്കെ ഒന്ന് കാണട്ടെ. പോയിട്ട് വരൂ, അപ്പോഴേക്കും ഞങ്ങളിത് കാലിയാക്കിക്കോളാം. എനിക്ക് കുറച്ച് ഒഴിച്ചേക്ക്, കുറച്ച് മതിട്ടാ. മോശമായി പോയി, ഞാൻ ലൈഫിൽ മൂത്രമൊഴിക്കില്ല. ഹലോ, ഹനുമാന്റെ ലങ്കാദാനം കാണിക്കാൻ മേക്കപ്പ് ഇടാ, ചതിക്കല്ലേ? വാ, എന്റെ അമ്മോ, ഇതിന് പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, നേരെ കാണുന്നതിലും ഭംഗി ഈ ഫോട്ടോയിൽ കാണുന്നതാ. ഇയാളെ നട്ടപ്പാരയ്ക്ക് കുടുംബത്തിൽ കയറുന്ന മനുഷ്യ കളിയാക്കാനാ? ഇയാൾ എന്റെ മുറിയിൽ നിന്ന് പോയെ. ഒരു പുരുഷന്റെ മുറിയിൽ പാതിരാത്രിക്ക് ഒരു പെങ്കൊച്ചിങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ല. ഓ, ഒരു വലിയ പുരുഷൻ. എന്തായാലും വല്ല സംശയം ഉണ്ടോ? ആ, സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സംശയം ഉണ്ടെങ്കിൽ ഇയാളൊന്ന് പോയെ. രാമാ, രാമൻ ഇയാളുടെ... ഓ, ഞാനാണ് രാമൻ. അല്ല, ഞാനാ. രാമൻകുട്ടിയേ, ദാ വരുന്നു. മുത്തശ്ശൻ വിളിച്ചത് എന്റെ ഭാഗ്യം, അല്ലെങ്കിൽ കാണായിരുന്നു. ആരാ ഇവിടെ വന്നിരിക്കുന്നു? രാധികേടത്തിന്റെ വീട്ടിൽ നിന്നാ. നേരോ? ആ, പക്ഷെ ആ മുത്തശ്ശി വന്നിട്ടില്ല. എങ്കിൽ ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞാ മതി. ചേടാ, വയസ്സാങ്കാലത്ത് ഇങ്ങനെയാണെങ്കി ചെറുപ്പകാലത്ത് ഓ, എന്തായിരുന്നാവോ? നീ മനുഷ്യന്റെ ഉറക്കം കണ്ടാ പോടാ. ഓ, കിടക്കണ കണ്ടാ ഉണങ്ങിയ കാമദേവൻ. കാമദേവൻ കൈയൊക്കെ മടക്കി വെച്ച് രാമനാമം ചോദിച്ചു കിടന്നോ. ഒന്നാം മല കയറി പോകണ്ടേ, അവിടുന്ന് അത് തമ്പി സാർ കുറെ ആളായല്ലേ ഒന്നാമല എന്ന്. എന്താ തമ്പി സാറേ ഒന്നാമല? നീ എന്നെ എന്താ വിളിച്ചത്? തമ്പി സാറേന്ന്. അനിയന്റെ ഭാര്യയുടെ അച്ഛനെ സാറേന്നോ? അതിനിപ്പോ എന്താ? എടാ തമ്പിന്ന് വിളിയടാ. ചുമരി എടാ തമ്പിന്ന് വിളിക്കാം. വിളിക്കുന്ന പ്രശ്നമില്ല. അച്ചു എന്റെ സ്വഭാവം മാറും. എടാ തമ്പിന്ന് വിളിക്കില്ല. ആ, ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലോ. ഇതാണ് പിടിച്ചേ. ഇനി നമുക്ക് സമയം കളയാണ്ട് ഇതങ്ങ് അടിക്കാം. ഒന്നാം മല കയറി പോകണ്ടേ. നിർത്ത്. അച്ഛന്റെ തലയും കുത്തിപ്പാട്ടിനേക്കാൾ ഗംഭീരമായ ഒരു കവിതയാണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത്. നമ്മുടെ രാംകുട്ടി ഒരു കലാകാരൻ മാത്രമല്ല, ഒരു മഹാകവി കൂടിയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ഒരു സമയം കൊണ്ട് കവിത എഴുതിയ മോള് വായിക്കേ. ആധുനിക കവിതയാ, ആരും ഞെട്ടരുത്. സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. പോടും മോള് വായിക്കേ. വായിക്കേ. അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ, കാശ്മീർ തീവ്രവാദികൾക്ക് ജലദോഷമോ. എങ്കിലും സോദര, ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു. എന്നോട് ചോദിക്കാതെ കുട്ടിയോടി കവിത എടുക്കാൻ ആരാ പറഞ്ഞേ? അല്ല രാമൻകുട്ടി, എനിക്കൊരു സംശയം. ഈ ഇളങ്കാറ്റിൽ എങ്ങനെയാടാ തേങ്ങാക്കുലകൾ ആടണേ? ഇത് ഞാൻ കറക്റ്റ് ചെയ്യാത്ത കോപ്പിയാ. അല്ല, കോപ്പിയാ. തേങ്ങാക്കുല ആടുന്നു എന്നല്ല, തേങ്ങാക്കുലയിലാടും. അതെ അതെ, ചെന്തെങ്ങിന്റെ കൊലിയാണെങ്കിൽ ആടും. എനിക്ക് അനുഭവം ഉണ്ട്. നീ എവിടെ നിന്ന്? മോള് വായിക്കും മോളെ. ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു. കുട്ടിയത് പ്രകാശനം ചെയ്യാത്താണ്. അത് വായിക്കരുത്. പട്ടിക്കല്ല വേവിടിച്ചത്. വണ്ടാറാണ് കേട്ടോ. അയ്യോ, സമാധാനം. കളഞ്ഞല്ലോ. ഈ വർഷത്തെ വയലാർ അവാർഡല്ലേ കിടക്കുന്നത്. തമ്പി, ദേ, എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും, ടീൻവിഡിയുടെ കൊലയാണെങ്കിലും ആടും, നടന്നീങ്ങിന്റെ കൊലയാണെങ്കിൽ ആടില്ല. ഞാൻ സമ്മതിക്കില്ലടാ. അച്ചുവേ, നേരം വെളുക്കാറായി. ഞങ്ങൾ അങ്ങ് ഇറങ്ങും. ഓക്കേ. നിങ്ങൾ നടന്നു. വായിച്ചു. അച്ചു, എനിക്ക് സന്തോഷായി. ഇനി ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളാം. ഹലോ മഹാകവി. ചെന്തെങ്ങിനെ കൊണ്ട് ഞാൻ ടീൻവിഡിനെ കല്യാണം കഴിപ്പിക്കും. ഓ, എന്റെ പോഞ്ഞിക്കരെ. എന്താ രാമൻകുട്ടി, മോനെ നീങ്ങി വന്ന്. ചെല്ലടാ. നാളെ രാവിലെ നീ വീട് വരെ ഒന്ന് വരണം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അപ്പോ ഗുഡ് മോർണിംഗ്. നാളെ നിന്നോട് ചെല്ലാൻ പറഞ്ഞത് എന്തിനാണെന്ന് അറിയോ? എന്തിനാ? എനിക്കത് അറിയാമെങ്കിൽ നിന്നോട് ചോദിക്കൂ. പിന്നെ അവള് നിന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു. നാളെ നീ ചെല്ലുമ്പോ മുണ്ടെടുക്കരുതെന്ന്. അയ്യേ, എടാ പാന്റ് ഇട്ട് ചെല്ലാൻ. പിന്നെ അവള് പറയുമ്പോ ഞാൻ അനുസരിക്കാതിരിക്കല്ലേ? എന്റെ പട്ടി പാന്റ് ഇടും. ഇട്ടപ്പിറക്കുണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് ഞാൻ പൊക്കം വെച്ചോ. ഈ കാലൊക്കെ, ഈ കാലൊക്കെ ഓക്കെ. ഹലോ, വരണം. രാമൻകുട്ടിക്ക് പാൻസ് നന്നായി ചേരുന്നുണ്ട്. താങ്ക്സ്. മുണ്ടുടുക്കുമ്പോ ഒരു കൺട്രി ലുക്കാ. അയ്യോ, ബേസിക്കലി യു നോ ഐ ആം നോട്ട് മുണ്ടു. അതൊക്കെ എന്റെ വർക്ക് ഇൻട്രസ്റ്റ്. ആക്ച്വലി ഞാൻ മോഡേൺ ആണ്. അയ്യോ, അച്ഛൻ ഇഷ്ടം മുണ്ടാ. അതല്ല, അച്ഛൻ എവിടെയെന്ന് ചോദിച്ചാ അകത്ത് പോയോ പുറത്തുണ്ടോ? എന്താ? അല്ല, പുറത്ത് പോയോ അകത്തുണ്ടോ? അച്ഛനും അമ്മയും കൂടെ അമ്പലത്തിൽ പോയിരിക്കാ. തൊഴാനായിരിക്കും. അല്ല, കുമ്പസാരിക്കാൻ. ഗുഡ്. തൊഴാനല്ലാണ്ട് ആരെങ്കിലും അമ്പലത്തിൽ പോവോ? ഓ, കേറിയിരിക്കൂ പ്ലീസ്. വരൂ. വേണ്ട, ഒന്നും വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നേ. ഇവരൊക്കെ എന്റെ കോളേജ് ഫ്രണ്ട്സാ. ആഹാ. ദേ, ഇത് തെക്കേടത്തെ രാമൻകുട്ടി, ചേച്ചിയുടെ ഹസിന്റെ ബ്രദറാ. ഇരിക്കൂ, ഞാൻ ബ്രസിന്റെ കഥറാ. അല്ല, ഹസിന്റെ ബ്രദറാ. ആളി കാണുന്ന പോലൊന്നുമല്ല, വലിയ കവിയാ. ശവിയോ? ശവിയല്ല, കവി, മഹാകവി.
വള്ളത്തോളിന്റെ തോളോടൊപ്പം നിൽക്കുന്ന ആളാ. ഒരാറ് ഇഞ്ചിന്റെ കുറവേ ഉള്ളൂ. എന്നാ പിന്നെ ഞാനങ്ങട് അയ്യോ, ഇവിടെ ഇരിക്കുന്നേ. ഇരിക്കേ. വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. ചൂടെടുക്കുന്നുണ്ടോ? വേണമെങ്കിൽ ജനാല തുറന്നിടാം. നല്ല ഇളം കാറ്റ് വീശും. പക്ഷേ തേങ്ങാക്കുലകൾ ആടും തോന്നണില്ല. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? കവിതയാണ് മോളെ. അതൊന്നും വിവരമില്ലാത്തവർക്ക് മനസ്സിലാവില്ല. രാമൻകുട്ടിയുടെ ലേറ്റസ്റ്റ് കവിത കേട്ടിട്ടുണ്ടോ? അതാണ്. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. അവിടെ ഇരിക്കില്ല. ഒന്നുമില്ല. ഇപ്പൊ വീണേനെ. ദേ കാറ് അച്ഛൻ വന്നു. അച്ഛൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? അയ്യോ. സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ. നമ്മുടെ രാമൻകുട്ടിയുടെ കവിതയാണല്ലോ കേൾക്കുന്നത്. ആ, എന്താ രാമൻകുട്ടി, ഇളങ്കാറ്റിലുള്ള തന്റെ കൊലകളുടെ ആട്ടം ഇതുവരെ നിന്നില്ലേ? സാറെന്താ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ? അതൊക്കെ പറയാം. തമ്പാ അകത്തേക്ക് പോണോ? പാടോ. ഇവിടെ നല്ല കാറ്റുണ്ട്. പെട്ടെന്നൊരു ധൃതി. മിനിങ്ങാന്നൊരു അടിയന്തരമുണ്ട്. അല്ല നാളെ. രാമൻകുട്ടിയുടെ കവിത എങ്ങനെയുണ്ട്? കവിത വളരെ നന്നായിരുന്നു. താങ്ക്സ്. ഏതെങ്കിലും അച്ചടിച്ച് വന്നിട്ടുണ്ടോ? ഇല്ല. നന്നായി. അച്ചടിച്ചു വന്നിരുന്നെങ്കിൽ ആരെങ്കിലും പിടിച്ച് അടിച്ചേനെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ, മക്കളെ വിട്ടോ. അച്ചു പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത് താനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്ന്. MSc മാർക്സ്, അതും ഹൈ മാർക്കോടെ. എന്നിട്ട് യാതൊരു ജോലിക്കും പോവാതെ കല്യാണ വീടുകളിൽ കാര്യസ്ഥനായിട്ട് നടക്കുക. അല്ല, ഈ പന്തല സെറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ. രാമൻകുട്ടി ഇല്ലെങ്കിലും അതൊക്കെ അങ്ങ് നടന്നോളും. അല്ലെങ്കിൽ പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്കോടെ പാസ്സായത് എന്തിനാ? അതെ, 1-2 ഇന്റർവ്യൂവിന് പോയിട്ട് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും ശ്രമിക്കാതിരിക്കുന്നത് ശരിയല്ല. അപ്പോ അച്ചോട്ടനെല്ലാം പറഞ്ഞല്ലേ? ഏതായാലും ഞാനും അച്ചും കൂടി ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. നമ്മുടെ പുതിയ ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ അസിസ്റ്റന്റ് മാനേജറുടെ പോസ്റ്റിലേക്ക് തന്നെ ഞങ്ങൾ നിയമിച്ചു കഴിഞ്ഞു. ദാ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇത് പിടി, എന്നിട്ട് നാളെ തന്നെ പോയി ജോയിൻ ചെയ്യും. വേണ്ട സാർ. വേണ്ടെന്നോ? എടോ, തനിക്ക് അതിനുള്ള എഫിഷ്യൻസിയും ക്വാളിഫിക്കേഷനും ഉള്ളതുകൊണ്ട് തന്നെയാ നിയമിക്കുന്നത്, അല്ല വേറൊന്നും വിചാരിക്കണ്ട. അതുകൊണ്ടല്ല, പഠിച്ച് പാസ്സായി നല്ലൊരു ജോലിക്ക് പോകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫ്രീ ടൈമുകളിൽ അച്ഛൻ്റെ കൂടെയും കൂടും. കലവറയിലെ കാര്യസ്ഥനായിട്ട് തന്നെ. പഠിത്തം കഴിഞ്ഞ് ഫ്രീ ആയതോടെ പിന്നെ അത് സ്ഥിരമായി തുടങ്ങി. ഞങ്ങൾക്ക് വേണ്ടി അച്ചോട്ടൻ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. അച്ചോട്ടൻ നിർബന്ധിച്ചിട്ട് ഞാൻ ചില ഇന്റർവ്യൂവിനൊക്കെ പോയിന്ന് പറഞ്ഞില്ലേ? എന്നെ പലയിടത്തും നിയമിച്ച, പക്ഷേ ജോലി കിട്ടിയില്ലെന്ന് കള്ളം പറഞ്ഞ് അച്ചോട്ടൻ ഞാൻ പറ്റിക്കുകയായിരുന്നു. തീയും പുകയും കൊള്ളാൻ അച്ചോട്ടൻ ഇങ്ങനെ തനിച്ചാക്കിയിട്ട് എനിക്കൊരു ഓഫീസിൽ പോയിട്ട് ഫാൻ്റെ ചുട്ടിലിരിക്കണ്ട. അത് ശരിയാവില്ല. അച്ചോട്ടനെ വിട്ട് ഞാനങ്ങും പോവില്ല സാർ. കണ്ടോടി, ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണൂ. ഏയ് പോലെ, ഞാനുണ്ട്. ഞാൻ കോളേജിന് മുമ്പിൽ ഇറങ്ങിക്കോളാം. ഞാൻ പെൺകുട്ടികൾക്ക് ലിഫ്റ്റ് കൊടുക്കാറില്ല. ഈ രാമൻകുട്ടി എന്താ ഇങ്ങനെ? ആ രാമൻകുട്ടി ഇപ്പൊ ഇങ്ങനെയാ. പക്ഷേ എനിക്ക് ഈ രാമൻകുട്ടി ഇഷ്ടായി. റിയലി യു ആർ ഗ്രേറ്റ്. നിങ്ങളുടെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടായി. ഐ ലൈക്ക് യു. പക്ഷെ നിന്റെ ക്യാരക്ടർ എനിക്ക് തീരെ ഇഷ്ടായില്ല. നിന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കിയപ്പോ ഞാൻ മിണ്ടാതിരുന്നതേ. അച്ഛനും അമ്മയും ഓഫീസ് മുറിയിലുണ്ടോ? ഇല്ല, അകത്താ. അകത്താണോ? ഞാൻ വേറെ ഉണ്ണാക്കനായതുകൊണ്ടല്ല, എന്റെ ഏർത്തിയമ്മയുടെ അനീതി ആയതുകൊണ്ടാ ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ വെച്ച് കൊച്ചാക്കണ്ടെന്ന് വെച്ച് വെറുതെ വിട്ടത്. എടി, പെമ്പിള്ളേരായ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. അതെങ്ങനെയാ? നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇങ്ങോട്ട് വന്ന്. നിന്റെ ഈ തൊലിക്കറുപ്പും സൗന്ദര്യമില്ലായ്മയും കണ്ട് ഞാൻ അങ്ങോട്ട് മയങ്ങൂന്ന് നീ വിചാരിച്ചോ? ഐ ലൈക്ക് യു. ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാ മോന്തക്കിട്ട് കിണ്ണാൻ വെച്ചരും കേട്ടേ. ചിരിക്കണ്ട, ഞാൻ വീണതല്ല, ഇവിടുത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്തതാ. ഈ വണ്ടി ഉണ്ടാവും, വേറെ വണ്ടി വിളിക്കണോ?